പോയി അവിടുന്ന് എങ്ങനെ വന്നു? പോലീസ് സ്റ്റേഷനിൽ പോ, ഒരു കംപ്ലൈന്റ് കൊടുക്കാതെ, നിസ്സാര കേസല്ല. പിടിച്ചോ നീ ഇങ്ങോട്ട് കാണുവാൻ അടയ്ക്കും തുടങ്ങി കണ്ണാണ്. ഓക്കെ 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 ചൂട് കറക്റ്റ് താങ്ക് ബ്രോ. ഹായ് റിച്ചു ഹായ്. അടുത്ത ചോദ്യം മണിക്കുട്ടി ഇതേ ഓടിക്കൊണ്ടിരിക്കുന്നു. ബ്രോ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടോ? നോ നോ നോ. ഏകദേശം 3 മാസം ആവുന്നേ ഉള്ളൂ. ഈ 16-ാം തീയതി 3 മാസം ആവത്തേ ഉള്ളൂ. പ്ലേ ബട്ടൺ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് മറ്റോ വേണമെന്ന് തോന്നുന്നു. നമ്മൾ അത്രയൊന്നും ആയിട്ടില്ല. ഏകദേശം 6000 മറ്റോ ആയിട്ടുള്ളൂ. മനു ബ്രോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കട്ട വെയിറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഴ കൊണ്ടുണ്ട്. മഴ ചുമ്മാ ടൈപ്പ് ചെയ്തോണ്ടിരിക്കണം. ഇത് ഫ്രണ്ടിന്റെ റിയാക്ഷൻ വീഡിയോ സെറ്റാണ്. താങ്ക് യു ബ്രോ. ബ്രോ ഞാനിപ്പോ വരാം ചേച്ചിയെ. ഓക്കെ ഓക്കെ പോട്ട് വരുന്നു. മനു പോട്ട് വരും. ഓക്കെ ഹായ്. ഓക്കെ ഓക്കെ മനു ബ്രോ വി ആർ വെയിറ്റിംഗ്. ഓക്കെ 10 മിനിറ്റ്. ഓക്കെ വെയിറ്റ് ചെയ്യാം, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ബാക്കിയുള്ളവരിപ്പോൾ നിലവിൽ ലൈവിലുള്ള മുന്നാണ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ അണിയനെ ഇതുപോലെ സംഭവം ഉണ്ടാക്കുന്നത് അടുത്തത് റിപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കരുത്. ചിലപ്പം ഇൻ കേസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാരണം വേറെ ഏതെങ്കിലും സ്റ്റുഡൻസിനൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുന്നപ്പോട് സൗണ്ട് സേഫ് ആണ്. ഓക്കെ ബട്ട് വേറെ കുട്ടികൾക്കും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ ഉടനെ അത് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. 3 മില്യൺ അതെ ഷോർട്സിന് 3 മില്യൺ വേണം. അത് 3 മാസത്തിനുള്ളിലായിരിക്കണം. അത് ഹാഫ് മോണ്ടേജ് ആണ് കേട്ടോ. അല്ലാതെ ഫുൾ മോണ്ടേജ് ആവാനാണെങ്കിൽ 10 മില്യൺ വ്യൂസ് വേണം ഷോർട്സിന്. ഓക്കെ എന്തോ സരിത ഇഷ്ട പറയുന്നുണ്ട് രശ്മി ബ്രോ. ക്യാഷ് കിട്ടും ഇല്ല ബ്രോ. നമുക്ക് മോണ്ടേജ് ആയാലും ക്യാഷ് എടുത്തോളൂ. ക്യാഷ് ഇട്ട് പറയാം. മീശ ഹെയർ സ്റ്റൈൽ ഗംഭീരം. ഓക്കെ ഓക്കെ സരിത മോളെ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട്. ബട്ട് എൻ്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും പോയി കംപ്ലൈൻറ്റ് കൊടുക്കും. ഓക്കെ ഓക്കെ അത് ചെയ്യണം എന്തായാലും. ഇനി ഇവിടെ ഉണ്ടല്ലോ രഞ്ജിത്ത് ചേട്ട സരിത രച്ചു ചേച്ചി ഒത്തേ ഗുഡ് കംപ്ലൈൻറ്റ് ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ സരിതയുടെ സ്ഥലം 5-ലാണെന്നല്ലേ പറഞ്ഞത്? ഐ മീൻ അനാമിക എന്നല്ലേ പേര് പറഞ്ഞത്? അനാമിക പേര് പറഞ്ഞത് കോൺഫറൻസ് ആണോ? അനാമികയും രച്ചു കോൺഫറൻസ് ആണോ? സരിത എന്ന് പറയുന്ന അവരുടെ പേര് അനാമിക എന്നാണ്. നിന്റെ മാമൻ ചാനലിൽ ഒരാളും കൂടെ ഉണ്ട്. അവരുടെ പേര് ഗോകുൽ എന്നാണ്. ഇടയ്ക്ക് ഇതിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗോകുൽ കൃഷ്ണൻ. പുള്ളി ഇപ്പോൾ നാട്ടിലില്ല. പുള്ളി ബാംഗ്ലൂരാണ്. ഒരു വീക്കിനുള്ളിൽ വരും. ആഴ്ചക്കുള്ളിൽ വരും. അതെ ഹാഫ് മോണ്ടേജ് 3 മില്യൺ ആണ്. രാത്രി ഫുഡ് ചോറ് തന്നെ കഴിക്കുമ്പോ ചോറ് തന്നെയാണ് വീട്ടിൽ. ഓക്കെ ഓക്കെ താങ്ക് യു ബ്രോ. ഹായ് അല്ലു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആരും പോകല്ലേ ലൈവ് ആക്കാം. യെസ് അതാണ് ഞാനും പറയുന്നത്. മനു ബ്രോണ്ടായിരുന്നെ മനു കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചു നമ്മൾ ലൈവ് ആക്കി എടുത്തിയാണ്. ആൾ കിടിലാണ്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബ്രോ ഇങ്ങനെ ഇവിടെ നമ്മൾ ലൈവിൽ വന്നിട്ട് ഇതിനൊക്കെ പേഴ്സണൽ അബ്യൂസ് ചെയ്യുന്നത് വേണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് അവന് ഇഷ്ടം അല്ലാന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാൻ പോകണ്ട. അത് വിട്ടേക്കൂ. അത് അവരുടെ ഇതല്ലേ. അവർക്ക് എന്തോ ഒരു ആഹ്ലാദം അല്ലെങ്കിൽ ഒരു സന്തോഷം ഇതിൽ നിന്ന് കിട്ടുമായിരിക്കും. അത് വിട്ടായി അവർ ചെയ്യുന്നത്. അത് വിട്ടേക്കും. നമ്മളത് ഹാം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി വേണ്ടത് വിട്ടേക്കും. ആയിരിക്കാം ബ്രോ. അത് വിട്ടേക്കും ബ്രോ. നമുക്കിപ്പോൾ അത് എന്തോ അവർക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്നത് കിട്ടിക്കോട്ടെ. നമുക്ക് കാര്യമാക്കണ്ട. ചിലർക്ക് അതൊരു ഇതാണ് ഐഡന്റിറ്റി മാറ്റി വെച്ചിട്ട് ചിലർക്ക് ഒരു ആഹ്ലാദമുള്ള കാര്യമാണ്. അത് ചെയ്യട്ടെ, വിഷയമൊക്കെ. പിന്നെ ഞാൻ പറയുന്നത് വെറുതെ നമ്മളെന്തിനാ ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് അടിയായിട്ട് ഒരു ഉപയോഗമില്ല. അത് വിട്ടേക്കും. നമുക്ക് നമ്മളായ എനർജി നമ്മൾ സന്തോഷിക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അത് ചെയ്യുന്നതിന് നല്ലത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഫേക്ക് ആയിരിക്കാം അല്ലായിരിക്കാം മൈൻഡ് ചെയ്യുന്ന പ്രശ്നം കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് നമ്മളായിട്ട്